ഇന്നത്തെ കാർത്തിക ദീപം എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയുടെ അമ്മ അവിടെ നിന്ന് അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുധ എന്തൊക്കെയോ വന്ന് പറയും. അങ്ങനെ സുധേനോട് പറയും, കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടേക്ക് ഒരാൾ വന്നിരുന്നു, നിങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ. രാത്രിയിൽ ഞാൻ സൗണ്ട് കേട്ട് പോയ സമയത്ത് അവിടുന്ന് കൊഞ്ചും കുഴയും എന്തൊക്കെയായിരുന്നു. അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ, ഇവിടേക്ക് ആര് വന്നെന്ന് നിങ്ങൾ പറയുന്നത്? വെറുതെ ഓരോന്നും ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഇല്ലാത്തതൊന്നല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എനിക്കത് പറയാൻ തന്നെ നാണം വരുന്നു. അപ്പോഴായിരിക്കും വിജിത അങ്ങോട്ടേക്ക് വരുന്നത്. പറയ്, ഇവിടേക്ക് ഞാനൊരാളെ വിളിച്ചു വരുത്തിയിരുന്നു, അതും കൂടെ അങ്ങ് പറഞ്ഞേക്ക്. എന്താ മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യാമ്മ ഇവിടെ വന്നിരുന്നു, ദീപേട്ടൻ വന്നിരുന്നു, രാത്രി എന്നെ കാണണമെന്ന് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നു. പോയി പറ, ആരോടാന്ന് വെച്ചാ പറ. ഇനിയിപ്പോൾ നാട് നിങ്ങളെ പറയണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞേക്ക്. എനിക്കും അത് തന്നെയാണ് വേണ്ടത്, എല്ലാവരും അറിയിക്ക്. എന്തേ ഉണ്ണേട്ടനോട് പറയുന്നില്ലേ? പറഞ്ഞു കഴിഞ്ഞാലേ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടാളും അയാളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഇറങ്ങാൻ പോകുന്നത്, ഞാനല്ല ഇറങ്ങുന്നത്. അതൊക്കെ ആലോചിച്ചിട്ട് വേണം പറയാൻ. അതുകൊണ്ട് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും മിണ്ടാതെ ഇവിടെ ഇരുന്നോളാം. വിജിത ഇങ്ങനെ തുറന്നടിച്ച പോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും സുധ പേടിച്ചു പോയിട്ടുണ്ടാവും. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും. അമ്മേ, അവർ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇവിടേക്ക് ദീപേട്ടൻ വരും, എന്നതൊരു സംസാരിക്കുകയും ചെയ്യും. നിങ്ങളതിന് വേണ്ടാത്ത രീതിയിലാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണേട്ടനോട് പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങാന്നല്ലാതെ ഇയാളൊന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ണീനെ വേണ്ടാന്നുണ്ട്, നീ എന്തിനാ അവനെ പിടിച്ചു വെക്കുന്നത്? ആര് പിടിച്ചു വെച്ചു? നിങ്ങൾ എന്നിറങ്ങുന്നോ എനിക്കൊരു സമാധാനമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ ഇങ്ങനെ അനുഭവിപ്പിക്കുന്നത് എന്തിനാ എൻ്റെ മോനെ? ഇതൊക്കെ എന്തിനാ ഞാൻ ഈ വയസ്സാം കാലത്ത് കണ്ടിരിക്കുന്നത്? വയസ്സാം കാലത്ത് ഇവിടെ വന്ന് കണ്ടിരിക്കാൻ എന്തിനാണ് പറഞ്ഞത്? ഒരു കുഴപ്പമില്ല. പോയിക്കൂടെ ഇവിടുന്ന്? ഇനിയിപ്പം വേണമെങ്കിൽ പോയിക്കോ, നമ്മുടെ തട്ടുകടയിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് പോയിക്കോ. അവരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലേ എനിക്കൊരു കുഴപ്പമില്ല, അവരെന്നെ നല്ല പോലെ നോക്കും. ഇനിയിപ്പം അങ്ങോട്ടേക്ക് ചാടാനായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നേ? ഇതേ സമയം അരുൺ സാറ് ഒറ്റാകെ സങ്കടത്തിലായിരിക്കും. കാരണം വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഇനി പെണ്ണ് കാണാൻ അങ്ങോട്ടേക്ക് വരണം അടുത്ത ദിവസം തന്നെ എന്നൊക്കെ. ഇത് കേട്ടിട്ട് ദീപനോട് ഇങ്ങനെ പറയും, എന്താ ഞാൻ ചെയ്യുക? ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നുണ്ട്. ഒരു പെണ്ണ് കാണാനല്ലേ? ഈ ദീപനും പപ്പേട്ടനും ഒക്കെ ഇവിടെ ഉള്ള സമയത്ത് എന്തിനാ പേടിക്കുന്നത്? അപ്പച്ചി പറയുന്ന പോലെ പോയി പെണ്ണ് കാണ്, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, ഞങ്ങളതൊക്കെ ഒന്ന് അലസി തരുന്നുണ്ട്. അതൊക്കെ ശരി, പക്ഷേ വെറുതെ ആ പെൺകുട്ടികളെയും കൂടെ അങ്ങനെ മോഹിപ്പിക്കുന്നത് എനിക്കെന്തോ പോലെ. ഇനിയിപ്പം കാർത്തൂനെ ആലോചിക്കുന്ന സമയത്താണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സാറ് പറഞ്ഞത് സത്യം. സാറിനോട് ഞാൻ യോജിക്കുകയുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം വേണ്ടാത്ത പ്രവൃത്തിയൊക്കെ ചെയ്തെന്ന് വരും. അതുപോലെ ചെയ്തതാണല്ലോ ഞാൻ. അവൾക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്ത കുറ്റം ജയിലിൽ പോയിട്ട് ഞാൻ തന്നെ ഏറ്റെടുത്തതാ. എന്നിട്ടോ അവളെന്നെ ചതിച്ചു. പക്ഷെ കാർത്തു അങ്ങനെയല്ല. കാർത്തു ഒരു പാവം കുട്ടിയാ, അതെനിക്കറിയാടോ. അതുകൊണ്ടല്ലേ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. പക്ഷേ അവൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നന്മ വരണമെന്ന് മാത്രമേ അവൾ ചിന്തിക്കാറുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. അവൾ ചിലപ്പം എനിക്ക് ദോഷം വരുന്നതാണല്ലോ വിചാരിച്ചിട്ട് അവൾ വേണമെങ്കിൽ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. എന്തായാലും സാറ് പോയി പെണ്ണ് കാണാൻ നോക്കിക്കാം, വെറുതെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ട. അപ്പച്ചി ഇനിയിപ്പം ഇഷ്ടപ്പെട്ട പെൺകുട്ടികളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പച്ചി പറയുന്ന പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നല്ലേ പറയുന്നത്. എന്താ വരുന്നത് നമുക്ക് നോക്കാം. സാറെന്തായാലും പോയി നോക്ക്. മതിലകത്ത് ഉണ്ണി ഇങ്ങനെ അവിടെ ടേബിളിൻ്റെ മുകളിൽ മുറ്റിരുത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ വേഗം പോയി ചായ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, അല്ല മോനെ, നീ ഒന്ന് പോയി കണ്ണേട്ടനെ കാണണം ഇടയ്ക്കൊക്കെ. എന്തിനാ പോയി അയാളെ കാണുന്നത്? അല്ല, നിന്റെ ചേട്ടനല്ലേ, ഒന്നുമില്ലെങ്കിലും നിനക്കൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നത് ഒന്ന് ഏട്ടനോട് പറയണ്ടേ? ചേട്ടനാണ് പോലും. എന്നെ ഒരു താല്പര്യവും ഇല്ല. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കാണുന്നതേ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. സ്വന്തം അനിയനല്ല എന്ന് പറയുന്ന ആളെ പോയി കാണാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയാളായിട്ട് വിശ്വസിക്കുകയില്ല. എന്തായാലും നീ അങ്ങനെയൊന്നും പറയല്ലേ മോനെ, സ്വന്തം ഏട്ടനല്ലേ, നമുക്ക് ആരാ വേണ്ടി വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്താ അങ്ങോട്ടേക്ക് ഒരു ചാട്ടമൊക്കെ? അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. വേണ്ടാത്ത ഇവിടുന്ന് ദുഷിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് നല്ലത് അവിടേക്ക് പോകുന്നതാ. ഞാനിനി പവിത്രേൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലും അവരാരും എന്നെ ഇറക്കി വിടുന്നില്ല, അവരെന്നെ പൊന്നുപോലെ നോക്കും. അങ്ങനെയാണെങ്കിൽ പോയിക്കോ, ചായക്കടയിൽ പോയിട്ട് കുറച്ച് ജോലി ചെയ്ത് കൊടുക്കും, അങ്ങനെയാണെങ്കിൽ 10 കാശും കിട്ടുമല്ലോ. സ്വന്തം മോനാ, എന്നിട്ട് വേറെ പോയിട്ട് കൂലിപ്പണിക്ക് നിൽക്കാനാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല. എന്തായാലും പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ കുശുമ്പും പുന്നായ്മയും പറയുന്നതങ്ങ് നിൽക്കുമല്ലോ. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്, അപ്പം അവൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എന്നിട്ടോ ഓരോ ദിവസം കൂടുന്തോറും അവളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിനമ്മേ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം? അല്ല മോനെ, നിനക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. നിൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയല്ലോ. എൻ്റെ അവസ്ഥ എങ്ങനെയായിപ്പോയിന്ന് എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഭാര്യ, ഞാൻ അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അവളെന്നെയും. എനിക്കത് മതി.
പിന്നെ വേറെ എന്തെന്നാണ് എനിക്ക് വേണ്ടത്? ഞാനിനി നിന്നോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുകയില്ല. അതാണ് എൻ്റെ സങ്കടം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തേക്കും വിജിത അങ്ങോട്ടേക്ക് കയറി വരിക. എന്താ ഇവിടെ ഒരു സംസാരം? ഹോ ഏയ് ഒന്നുമില്ല, ഇവിടുന്ന് സ്വന്തം മൂത്ത മോനെ കാണാൻ പോകണമെന്നൊക്കെ എന്നോട് പറയാ. എന്തിനു പോവുക? ഒരു കാര്യമില്ല. കുറേ തവണ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ട് വിശ്വസിച്ചോ? അതെ, അതാ ഞാനും പറഞ്ഞത്. എന്നിട്ട് സ്വന്തം അനിയൻ, അങ്ങനെ ഒരു അനിയൻ എനിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്ക് ഇനിയും പറയാനുള്ളത്, അതുപോലെ ഒരു ചേട്ടൻ എനിക്കില്ല. ആ ചേട്ടനെ മരിച്ചുപോയി. പിന്നെ ആ ജയിലിൽ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രേതമാണ്. മോനെ അങ്ങനെയൊന്നും പറയല്ലേ, നിന്റെ സ്വന്തം ചേട്ടനല്ലേ. ആ ഒരു വിചാരം അയാൾക്കും കൂടെ വേണ്ടേ? എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. അതും പറഞ്ഞിട്ട് ഉണ്ണി അങ്ങോട്ടേക്ക് അങ്ങ് പോകും. എന്നിട്ട് വിജിത പറയും, ദേ ഞാൻ വീണ്ടും പറയാ, വേണ്ടാത്തത് പോയിട്ട് അയാളുടെ മനസ്സിലോ അയാളുടെ കാതിലോ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതല്ലോ, ഇവിടെ നിറഞ്ഞ നിങ്ങൾ രണ്ടാളോ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഇവിടെ നല്ലപോലെ സുഖമായി ജീവിക്കും. അതുമല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. നീയല്ലേ, നീ ഇതുമല്ല അതിനധികവും ചെയ്യും. എന്നാലും നീ ഇത്ര ദുഷിച്ചു പോയല്ലോ. എന്ത് ദുഷിച്ചു പോയി? കണ്ടുപിടിക്കുന്നത് ഇതാ നിങ്ങളെപ്പോലുള്ളതല്ലേ. ഇനിയിപ്പം ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ദേവതയല്ലേ, ദേവതേനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ വരും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, നിങ്ങളെ സ്വഭാവം എനിക്ക് നല്ല പോലെ അറിയാം. അതെ മതി, ഇവിടെ നിന്ന് ഓരോന്ന് സംസാരിച്ചു കഴിഞ്ഞാലാ നിങ്ങൾക്ക് കുശുമ്പും പൊന്നായ്മയും പറയാൻ തോന്നുക. പോയി പണിയെടുത്തോ, അതാ നല്ലത്. പണിയെടുക്കുന്ന സമയത്ത് പിന്നെ സംസാരിക്കേണ്ട സമയമില്ലല്ലോ. പോയി അടുക്കളയിലേക്ക് ചെല്ല്. എന്നാലും മോളെ, നിങ്ങളോടാ പറഞ്ഞത് അടുക്കളയിലേക്ക് ചെല്ലാൻ. ഇതാ പോകുന്ന സമയത്ത് ഈ ചായൻ്റെ ഗ്ലാസും കൂടി കൊണ്ടേക്കോ. എച്ചിൽ കഴുകാനേ നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അമ്മ അവിടുന്ന് അകത്തേക്ക് അങ്ങ് പോകും. ഇതേ സമയം അരുൺ സാറ് സ്വന്തം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് അമ്മ വന്ന് വാതിലോർക്കും. ആ മോനെത്തിയോ? എത്താതെ പിന്നെ, ഇവിടെ ഞായറാഴ്ച എന്നുള്ള ദിവസമാണെങ്കിൽ ഇവിടെ എത്തണമല്ലോ, പെണ്ണ് കാണാൻ പോകണ്ടേ? അല്ല മോനെ, ഒരു സമാധാനം എന്തിനാ അമ്മ ഇങ്ങനെ തരാതിരിക്കുന്നത്? എന്നെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കൂലേ? നിനക്ക് സമാധാനം തരടാ. നീ ഒരു കല്യാണം കഴിച്ചിട്ട് ഒന്ന് അവരുടെ കൂടെ ജീവിച്ചോ, അപ്പം പിന്നെ നിനക്ക് അങ്ങോട്ട് സമാധാനമേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഞായറാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാ. എന്തിനാ നീ പേടിക്കുന്നത്? ഒരു കല്യാണം കഴിച്ചാൽ പോരെ? അല്ലമ്മേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജിമ അങ്ങോട്ട് വരും. നീ ഇവിടെ എത്തിയോ? ഇനി 2 സ്ഥലത്ത് പെണ്ണ് കാണാൻ പോവാനുണ്ട്. എന്തേ കുറഞ്ഞു പോയല്ലോ? 2 സ്ഥലമേ ഉള്ളൂ ഒന്ന്. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട. നീ ഇപ്രാവശ്യം കൂടെ പെണ്ണ് കാണാൻ പോയിട്ടില്ലെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? അതൊന്നും എനിക്കറിയില്ല. പോയി നോക്ക്, അമ്മ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഒരു കുറവും കൂടെയുള്ളു. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല. അപ്പം അനന്തേട്ടൻ അങ്ങോട്ട് വന്നിട്ട് പറയും, നീ വന്നോ? അതെ, ഇന്ന് 60 കിലോമീറ്റർ അപ്പുറത്താക്ക് പെണ്ണ് കാണാൻ പോകാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 20 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത പെണ്ണ് വിടാറ്. ഇതെന്തിനാ ലോകം മൊത്തം ചുറ്റുന്നത്? നിനക്ക് ലോകം മൊത്തം ചുറ്റിക്കഴിഞ്ഞാലല്ലേ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കിട്ടൂ. എന്തൊക്കെ കണ്ടീഷൻസാ. എന്തായാലും അമ്മേ, ഞങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുക. ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങ് പോകും. എന്നിട്ട് അമ്മേനോ ചോദിക്കും, അല്ല നിനക്ക് ഏതെങ്കിലും പെൺകുട്ടീനെ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് പറഞ്ഞ് നീ കൂട്ടിക്കൊണ്ടു വന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ കയറ്റാൻ പറ്റുന്ന കുട്ടി ആയിരിക്കണം. അല്ല അമ്മേ, അവള് അമ്മയെ ഭയങ്കര ശാലീന സുന്ദരിയാ. അമ്മയ്ക്ക് പറ്റിയ മരുമോളാ. നമ്മുടെ ആ ഇവിടുത്തെ അടിച്ചുകാരി വന്നില്ലായിരുന്നോ, ജോലിക്കാരി, അവളെ പോലെ. സത്യം പറയാം, ഇനിയിപ്പോൾ അവളെങ്ങാനും ആണോ? ദേ മോനെ, വേണ്ടാത്തതൊന്നും വേണ്ട കേട്ടോ. അവളെ പോലുള്ളൊരു പെൺകുട്ടീനൊന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് അമ്മകത്തേക്ക് പോകും. പെട്ടൊരവസ്ഥയാണല്ലോ. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും അരുണ്. അങ്ങനെ പെണ്ണ് കണ്ടുവന്നു, ആരെ ഇഷ്ടപ്പെട്ടില്ല. അരുണ് വേഗം അപ്പച്ചീൻ്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. എന്നിട്ട് അപ്പച്ചി പറയും, അരുണേ നീ വന്നോ? അല്ല, പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ശരി, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചി അവിടെ സോഫയിലിരിക്കും. അപ്പച്ചീൻ്റെ ഭർത്താവും അവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കും അപ്പച്ചീൻ്റെ ഇളയ മോൾ അങ്ങോട്ടേക്ക് വരുന്നത്, മാളവിക. ഒരു ചായയും കൊണ്ടായിരിക്കും വന്നേ. എന്നിട്ട് പറയും, ഇവള് വന്നോ? അല്ല അപ്പച്ചി, എന്നാ വന്നത്? ഇതാ 2 ദിവസമായിട്ടേ ഉള്ളൂ. അല്ല പിന്നെ എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയും, അതെ, ഇനി ഞാൻ ആലോചിക്കുന്ന പെൺകുട്ടിയാ നീ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിനക്കറിയാലോ, നിനക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാ. നിനക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നൊന്നും പറയില്ല. ഏതാ പെൺകുട്ടി? ഇതാ മാളവിക. അവൾക്ക് 21 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്റെ വധുവാവാൻ അവൾക്ക് 100 വട്ടം സമ്മതം. അയ്യോ, ഇവളെ എനിക്ക് എന്താ അപ്പച്ചി പറയുന്നത്? അപ്പച്ചി നല്ലപോലെ ആലോചിച്ചിട്ടാണോ? നിനക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമില്ലല്ലോ, അപ്പം ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പച്ചി അങ്ങോട്ട് പോകും. ഇനി ഇതിലൊരു മാറ്റമില്ല. എന്നിട്ട് അങ്കിളിനോട് പറയും, അല്ല അങ്കിളെ, ഇതൊക്കെ കണ്ടിട്ട് അങ്കിളിനൊന്നും തോന്നില്ലേ? ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പച്ചി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാൻ നിനക്കറിയാലോ. എൻ്റെ അവസ്ഥ എല്ലാവരെക്കാട്ടും നല്ലോണം നിനക്കറിയുന്നതാ. അതുകൊണ്ടാടാ ഞാനൊന്നും പറയാഞ്ഞത്. എന്നാലും ഇത് കടും ചതിയായിപ്പോയി. നിന്നോട് ഞാൻ ഒരിക്കലും ഇതിന് നിൽക്കണമെന്ന് പറയില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളുമായിട്ടുള്ള വിവാഹം നീ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, അതുപോലെ നീയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു അനുഭവം നിനക്ക് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞാൻ പോവുക.
അല്ല നീ ചായ കുടിച്ചിട്ട് എന്തായാലും കൊണ്ടുവന്നല്ലേ, എനിക്ക് ചായ കുടിച്ചിട്ട് ഒരു ഗുണമില്ലല്ലോ, പിന്നെ എന്തിനാന്ന് പറഞ്ഞിട്ട് അരുൺ ഇറങ്ങിപ്പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്